ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിടയ്ക്ക് നോക്കിയ ഒരു മിനി COB ലൈറ്റ് ഉണ്ട്. അതിൻ്റെ അടുത്തൊരു വേരിയൻ്റാണിത്. ഇതിൽ കുറച്ച് ഫീച്ചേഴ്സ് കുറവുണ്ട്. ഞാൻ പാക്ക് ഓഫ് 2 ആയിട്ടാണ് ഞാനിത് വാങ്ങിയത്. 2 എണ്ണമായിട്ട് വാങ്ങിക്കുമ്പോൾ കുറച്ച് വില കുറഞ്ഞ് കിട്ടും. ഒരു 800 രൂപയ്ക്ക് കിട്ടും, 800-810 രൂപയ്ക്ക് കിട്ടും. ഓക്കെ, അല്ലാതെ വാങ്ങിക്കുമ്പോൾ ഒരെണ്ണം ഒരു 450-500 രൂപ വില വരും. ഓക്കെ, ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് മൈക്രോ USB ചാർജിങ് ആണ്. മൈക്രോ USB അല്ല, ഇത് Type C ചാർജിങ് ആണ്. പിന്നെ ബോട്ടിൽ ഓപ്പണറുണ്ട്, മിനി സൈസ്. പിന്നെ ഇതിൽ അഡീഷണലായിട്ട് ബാക്കി സ്ട്രോങ് മാഗ്നറ്റ്, കീ ഹോൾഡർ, ഓക്കെ, ലൈറ്റ്, ഇതിൻ്റെ ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ലൈറ്റിൽ 30 LEDs ആണ് വരുന്നത്. ഇതിൽ ആ ഒരു താഴെ പറഞ്ഞിരിക്കുന്ന ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു Y33 ആണ്. Y33-30. ആ 30 എന്ന് പറഞ്ഞാൽ LED-യുടെ നമ്പേഴ്സാണ്. ഓക്കെ, ഈ സൈഡിൽ ആണ് ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത്. ഓക്കെ, സിംഗിൾ പ്രസ്. ഓക്കെ, 60% ബ്രൈറ്റ്നസ്, ഇത് 30%, ഇത് ബ്ലിങ്കിങ് മോഡൽ. ഓക്കെ, പിന്നെ ഇതിൻ്റെ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുൾ ബ്രൈറ്റിൽ കത്തും. ഓക്കെ, എന്നിട്ട് ഓഫ് ചെയ്യാം. അതായത് ഇവിടെ ഇതിൻ്റെ Type C ചാർജിങ് പോർട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു ഇൻഡിക്കേറ്ററാണ്. ഈ ഇൻഡിക്കേറ്റർ ചാർജ് ചെയ്യുമ്പോൾ റെഡ് ആയിരിക്കും, ഫുൾ ചാർജ് ആകുമ്പോൾ ഗ്രീൻ ആവും. ഇത് നമുക്ക് ഇതിൻ്റെ ചാർജിങ് ആംബിയർ എത്രയാണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ അതിൻ്റെ ബാക്കിലൊരു സ്റ്റാൻഡുണ്ട്. ഓക്കെ, ഈ ഒരു സ്റ്റാൻഡ്. ഓക്കെ, നമുക്ക് ഏത് ആംഗിളിൽ വേണോ ഇങ്ങനെ വയ്ക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ നമ്മുടെ കീ ചെയിൻ ഹോൾഡറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ ബോട്ടിൽ ഓപ്പണർ, ഇതാണ് മാഗ്നറ്റ്. ഓക്കെ, ഞാനപ്പോൾ ഇതിൻ്റെ ചാർജിങ് ടൈമിൽ എടുക്കുന്ന ആംബിയറും ഡീറ്റെയിൽസും ഒന്ന് കാണിച്ചു തരാം. നമുക്കിതിനെ ഈ USB ചാർജ് ഡോക്ടർ വഴി കണക്ട് ചെയ്യാം. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, ഇതിലിപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ചുവപ്പ് കളറിലാണ് ആ ലൈറ്റ് കത്തുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ വോൾട്ട്, ഇത് 1.1 ആംബിയർ എടുക്കുന്നുള്ളൂ. ഓക്കെ, 4.9 to 0.1 ആംബിയർ. ഒരു പക്ഷേ ഇത് ചാർജ് ഏകദേശം ഫുള്ളായിരിക്കും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ശകലം നേരം ഈ ലൈറ്റ് ഒന്ന് കത്തിച്ച് പോകാം, എന്നിട്ട് ഒന്ന് ചാർജിങ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഞാൻ ആ കേബിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാണ്. ഓക്കെ, ഇപ്പം ഇത് 5 വോൾട്ട് 0.13 എന്ന് പറയുമ്പോൾ 130 മില്ലി ആംബിയറാണിത് ചാർജ് ചെയ്യാനായിട്ട് എടുക്കുന്ന കറണ്ട്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ പവർ ബാങ്കിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് എത്ര ആംബിയർ എടുക്കുന്നു ചെക്ക് ചെയ്തിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എത്ര നേരം കൊണ്ട് ചാർജ് ആകും എന്നുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇതിൽ 500 മില്ലി ആംബിയറിൻ്റെ ഒരു ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതൊരു കുഞ്ഞ് പവർ ബാങ്കാണ്, 5000 mAh. ഇതിലൊരു 500 മില്ലി ആംബിയറിൻ്റെ ബാറ്ററിയാണ് വരുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു. ഇതിലെനിക്ക് അറൗണ്ട് 1 മണിക്കൂറാണ് എനിക്ക് 60% ബ്രൈറ്റ്നസ്സിൽ ബാക്കപ്പ് കിട്ടുന്നത്. ഇത് വലിയ കുഴപ്പമില്ല. ബാക്കപ്പ് കമ്പനി 1.5 മണിക്കൂറാണ് പറയുന്നത്, പക്ഷേ എനിക്ക് ഏകദേശം 1 മണിക്കൂറാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഫുൾ ചാർജ് ചെയ്തിട്ടാണ് ചെക്ക് ചെയ്തത്. ഇതിൻ്റെ മാഗ്നറ്റ് അത്യാവശ്യം പവർഫുൾ മാഗ്നറ്റാണ്. ഓക്കെ, അത്യാവശ്യം നമുക്ക് ഇതേപോലെ ഏതെങ്കിലും ഒരു സർഫസിൽ ഒട്ടിച്ച് വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ബാക്കി ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ബാക്കി അത്യാവശ്യം ഫുൾ ചാർജ് ആയി കഴിയുമ്പോൾ ഇത് ഗ്രീൻ കളറിലേക്ക് മാറും ആ LED. ഇപ്പോൾ ചാർജിങ് ആണെങ്കിൽ റെഡിലായിരിക്കും. ഓക്കെ, Type C പോർട്ടിൻ്റെയും ആ LED ലൈറ്റിൻ്റെ ഒരു ക്ലോസർ വ്യൂ ആണ്. ഓക്കെ, ഈ LED യുടെ കളറ് റെഡ് ആണെങ്കിൽ ചാർജിങ്ങും, ഗ്രീൻ ആണെങ്കിൽ ഫുൾ ചാർജും ആയിരിക്കും.